2002 ഫ്രാൻസിനെ അട്ടിമറിച്ച സെനഗലാണ് ലോകകപ്പ് ഓർക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ ഓർമ്മയിലെത്തുന്നത്. എന്നാൽ 2026 എത്തുമ്പോൾ സെനഗലിനെ കരുത്തുറ്റ ഒരു സംഘമാക്കി മാറ്റിയതിനു പിന്നിൽ സാദിയോ മാനെ എന്ന സൂപ്പർ താരത്തിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. ബാംബാലിയിലെ ഗ്രാമത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് യൂറോപ്യൻ ഫുട്ബോളിന്റെ മടിത്തട്ടിലേക്ക് മാനെ യാത്ര തുടങ്ങിയത്. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ കുട്ടിക്കാലത്ത് കീറിയ ബൂട്ടുകളണിഞ്ഞ് പന്ത് തട്ടിയ ബാലൻ. ലിവർപൂളിലും ബയേൺ മ്യൂണിക്കിലും സൗദിയിലെ അൽ നസറിലുമൊക്കെയായി കോടികൾ വാരിക്കൂട്ടിയിട്ടും ആഡംബരങ്ങൾക്ക് മുന്നിലൊന്നും മാനെ സ്വന്തം ഗ്രാമത്തെ മറന്നില്ല. പൊട്ടിയ ഡിസ്പ്ലേയുള്ള ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചവരോട് 10 ഫെരാരി കാറുകളെക്കാൾ തനിക്ക് പ്രധാനം തന്റെ നാട്ടുകാരുടെ വിശപ്പകറ്റലാണെന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ. ചികിത്സ കിട്ടാതെ നഷ്ടപ്പെട്ട പിതാവിന്റെ ഓർമ്മയ്ക്കായി ബാംബാലിയിൽ ഒരു അത്യാധുനിക ഹോസ്പിറ്റൽ നിർമ്മിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിനും ജീവിക്കാനായി പ്രതിമാസ അലവൻസും മാനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകുന്നുണ്ട്. കളിക്കളത്തിൽ സെനഗലിന്റെ കരുത്താകുമ്പോഴും കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം ആ നാട്ടുകാരുടെ ദൈവമാണ്. കോടികളുടെ പളപളപ്പിലും തന്റെ വേരുകൾ മറക്കാത്ത സാദിയോ മാനെ തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ സുൽത്താൻ. ക്ലബ് ഫുട്ബോളിൽ ലോകം കീഴടക്കിയെങ്കിലും മാനെയുടെ യഥാർത്ഥ രാജകീയത തെളിഞ്ഞത് സെനഗൽ ജേഴ്സിയിൽ. ദേശീയ ടീമിനൊപ്പം നീണ്ട കാത്തിരിപ്പിന് ശേഷം 2021 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിലെ നിർണായക പെനാൽറ്റി ഗോളാക്കി സെനഗലിന്റെ ആദ്യ അഫ്കോൺ കിരീടം. ആ ജയത്തോടെ ഒരു രാജ്യം മുഴുവൻ ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു സെനഗലിന്റെ സുൽത്താൻ എന്ന്. 2025 വീണ്ടും സെനഗൽ അഫ്കോൺ കിരീടമുയർത്തിയപ്പോൾ നിറഞ്ഞു നിന്നത് മാനെ തന്നെ. കിരീടവുമായി സെനഗലിലെത്തിയ അവരുടെ സുൽത്താന് ലഭിച്ചത് ആവേശോജ്വല സ്വീകരണം. ലോകകപ്പിലും സെനഗലിന്റെ മുഖം മാനെ തന്നെ. ലോകകപ്പിൽ ഇറാഖിനെതിരെ നിർണായക മത്സരത്തിൽ 5 ഗോൾ അടിച്ചുകൂട്ടി നോക്കൌട്ടിലേക്ക് യാത്രയുറപ്പിക്കുമ്പോൾ സെനഗൽ മാനേക്ക് അർഹിക്കുന്ന യാത്രയായി പൊരുക്കുകയാണ്. ഇനിയൊരു ലോകകപ്പിലേക്ക് മാനേക്ക് ബാല്യമുണ്ടായെന്ന് വരില്ല. രാജ്യത്തിനായി, നാടിനായി, ഫുട്ബോളിനായി എല്ലാം നൽകിയ സാദിയോയ്ക്ക് ആ നാടും കൂട്ടുകാരും സന്തോഷം തിരികെ നൽകുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.